പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. എ കംപ്ലീറ്റ് ഹയർ എഡ്യൂക്കേഷൻ സീരീസ് എന്നുള്ള ഈ വിദ്യാഭ്യാസ പരമ്പരയിൽ എം നോട്ട്സ് ഇന്ന് അഭിമാന പുരസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BSc ഫിസിക്സ് എന്നുള്ള അമൂല്യങ്ങളിൽ അമൂല്യമായ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾക്ക് സ്നേഹപൂർവ്വം പരിചയപ്പെടുത്തുകയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തനത് രൂപം നിങ്ങൾക്കറിയാം. നാക്കിന്റെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ അംഗീകാരം നേടിയ ബൃഹത്തായ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലും വിദേശത്തുമായി ഒരുപാട് സ്റ്റഡി സെന്ററുകൾ ഉള്ള യൂണിവേഴ്സിറ്റീസ്, ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്, ആനുകാലികമായുള്ള ഒരുപാട് വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു വിശ്വപൗരൻ എന്നുള്ള രൂപത്തിൽ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന ബൃഹത്തായ യൂണിവേഴ്സിറ്റി. റീച്ച് ദി അൺറീച്ച്ഡ് ഏരിയ എന്നുള്ള കോൺസെപ്റ്റോടുകൂടി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫോർ ആൾ എന്നുള്ള മന്ത്ര ലോകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി. ഉന്നത് ഭാരത് അഭിയാൻ എന്നുള്ളതിന്റെ മഹത്തായ സ്ഥാനം അലങ്കരിക്കുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് എന്നുള്ള മൂക്ക് കോഴ്സിന്റെ സ്ഥാപക പ്രസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. കേരളത്തിന്റെ തനത് യൂണിവേഴ്സിറ്റി, ഓപ്പൺ യൂണിവേഴ്സിറ്റിയായി വരാൻ ഉദ്ദേശിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നോഡൽ ഏജൻസിയായി, അതിന്റെ ബുദ്ധി കേന്ദ്രമായി, അനുകരിക്കാൻ മാതൃകയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ബൃഹത്തായ BSc ഫിസിക്സ് എന്നുള്ള കോഴ്സിന് അഭിമാന പുരസ്കാരം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ പല കാലഘട്ടങ്ങളിൽ ഏറ്റവും താഴെത്തട്ടിൽ, ഏറ്റവും ഉയർന്ന തട്ടിൽ എന്ന ഒരു വ്യത്യാസവുമില്ലാതെ ജീവിതവുമായി സമരസപ്പെടാൻ പ്രയാസം അനുഭവിച്ച എത്രയോ ചെറുപ്പക്കാർ, എത്രയോ യുവതീ യുവാക്കൾ പാതി വഴിയിൽ പഠനം മുടങ്ങി SSLC കഴിഞ്ഞതിന് ശേഷം, +2 കഴിഞ്ഞതിന് ശേഷം തുടർന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ, ഏറ്റവും നല്ല രസകരമായ സംഗതി, ഈ കഴിഞ്ഞ 10 വർഷം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ ചതിക്കുഴിയിൽപ്പെട്ട ഒരു കാലഘട്ടമാണ്. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഞാൻ പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങൾ ഇവിടെ നിന്ന് ആലോചിക്കൂ. നിങ്ങളുടെ വീട്, നിങ്ങളുടെ പരിസരത്ത് ഉള്ളവർ, ഇനി ഞാൻ പറയുന്ന കാര്യം ആലോചിക്കൂ. സപ്ലിമെന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ബിടെക്കുകാരെ നിങ്ങൾക്കറിയാം? സപ്ലിമെന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന എത്ര നഴ്സിംഗുകാരെ നിങ്ങൾക്കറിയാം? പാതി വഴിയിൽ പഠനം മുടങ്ങി ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയിട്ടുള്ള എത്ര യുവതീ യുവാക്കളെ നിങ്ങൾക്കറിയാം? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപകൾ കൊടുത്ത് എഡ്യൂക്കേഷണൽ ലോൺ എടുത്ത് പാപ്പരായി ഒരു വിദ്യാഭ്യാസവും കിട്ടാതെ വീട്ടിൽ മുടങ്ങിയിരിക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം? ആ ഉള്ളവരെല്ലാം അവസാനം അത്താണിയായി സ്വീകരിക്കുന്നത്, ആണയിട്ട് എനിക്ക് പറയാൻ പറ്റും, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മാത്രമാണ് എന്നുള്ളതാണ്. ഇഗ്നോയ്ക്കുള്ള ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികൾ 2 ജില്ല, 3 ജില്ല, 4 ജില്ല, 5 ജില്ലയ്ക്കുള്ള ജൂറിസ്ഡിക്ഷൻ മാത്രമുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അതായത് കേരളത്തിലെ ഉള്ള പ്രശസ്തമായ 4ഉം 5ഉം യൂണിവേഴ്സിറ്റി ചില പരിമിതമായ ജില്ലക്കകത്താണ് ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. അതിന്റെ അകത്തേക്ക് മാത്രമേ അതിന് ഡിസ്റ്റൻസ് ലേണിംഗ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ UGC അനുവാദം കൊടുത്തിട്ടുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെയും ഒരു കോഴ്സും, ഡിസ്റ്റൻസിലുള്ള കോഴ്സിന് കേരളത്തിൽ അംഗീകാരം ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക. എത്രയോ ഫാക്കൽറ്റീസ്, എത്രയോ ആളുകൾ അത് സാരമില്ല, ഞാനത് പിന്നീട് നേടിയെടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ കോഴ്സുകൾ ഈ പറയുന്ന ജൂറിസ്ഡിക്ഷൻ തെറ്റിയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കരസ്ഥമാക്കുന്നു. ഇപ്പോഴും വാട്സപ്പിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് വരുന്നുണ്ട്, 6 മാസം കൊണ്ട് ഡിഗ്രി, 6 മാസം കൊണ്ട് 1 സിറ്റിംഗിൽ ഒരു
ഒരു PG, 6 മാസം കൊണ്ട് PhD എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എത്രയോ ആളുകളെ നിങ്ങൾക്കറിയാം. ചതിക്കുഴികളുടെ പടുകുഴിയാണ് ഈ ഒരു അവസ്ഥ, വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് മനസ്സിലാക്കുക. ഈ സന്ദർഭത്തിലാണ് തലയെടുപ്പോടുകൂടി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ കോഴ്സുകൾ ലഭ്യമാക്കുന്നത്. വീണ്ടും ഞാൻ ആണയിട്ട് പറയുന്നു, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷനിലെ അംഗമാണ്. AIC അംഗീകാരമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾക്ക് അംഗീകാരമുണ്ട്. BSc ഫിസിക്സ് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിക്കേണ്ടതും ആണ്. ഒരു സംശയവും വേണ്ട. ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന സ്കിൽ ഓറിയന്റഡ്, ജോബ് ഓറിയന്റഡ്, വൊക്കേഷണൽ ഓറിയന്റഡ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഇന്റർ ഡിസിപ്ലിൻ, അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഇന്റർ ഡിസിപ്ലിൻ, അതായത് റിലേറ്റഡ് സബ്ജക്റ്റിനെ ആഴത്തിൽ പഠിക്കാൻ സഹായിക്കുന്നതാണ്. ഇപ്പോൾ BSc ഫിസിക്സ് നിങ്ങൾ എടുക്കുന്നു എങ്കിൽ അതിനോട് കിടപിടിക്കുന്ന BSc മാത്തമെറ്റിക്സിലെ മാത്സ് പേപ്പറും കെമിസ്ട്രി പേപ്പറും, അല്ലെങ്കിൽ മാത്സ് പേപ്പർ ജിയോഗ്രഫി പേപ്പർ, അല്ലെങ്കിൽ മാത്സ് പേപ്പർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ചില പേപ്പറുകൾ, അങ്ങനെ 3 ഡിസിപ്ലിൻ, 3 വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് BSc ഫിസിക്സ് നേടാവുന്നതാണ്. അതുപോലെ ഇന്ന് നാട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമായ പാരിസ്ഥിതിക പ്രശ്നത്തിന്റെ വെല്ലുവിളികൾ തരണം ചെയ്യാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു വല്ലാത്ത പരിശ്രമം നടത്തുന്നുണ്ട്. ഇഗ്നോയിലെ ഓരോ ലേണറിനെയും, ഓരോ പഠിതാവിനെയും എൻവയോൺമെന്റൽ സ്റ്റഡി എന്നുള്ള മാന്ത്രിക വിദ്യയിലൂടെ ഈ പാരിസ്ഥിതിക പ്രശ്നത്തിനുള്ള പരിഹാരത്തിന്റെ സ്ട്രാറ്റജി അവലംബിക്കാൻ വേണ്ടി കടത്തിവിടുന്നുണ്ട്. കമ്പൾസറി ഒരു കോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം, എൻവയോൺമെന്റൽ കോഴ്സസ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അതുപോലെ തന്നെ വ്യക്തിത്വ വികസനത്തിന്, ലൈഫ് സ്കില്ലിന്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഓർ ഹിന്ദി കമ്മ്യൂണിക്കേഷൻ, ഒരു പേപ്പർ, ഒരു കോഴ്സ് ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് സെമ്മിൽ ഇഗ്നോ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇത് കമ്പൾസറി എൻഹാൻസ്മെന്റ്, സ്കിൽ എൻഹാൻസ്മെന്റ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റ് ഇതേ പാറ്റേണിൽ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷം, 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും സെമസ്റ്ററുകളിൽ ഓരോ കോഴ്സ് വീതം നൂതനമായ 18 കോഴ്സുകൾ നമ്മെ പരിചയപ്പെടുത്തി അതിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്ത് നമുക്ക് കഴിവുകൾ നേടാൻ, കഴിവുകൾ ഉയർത്താൻ, നമ്മൾ തന്നെ പരിപോഷിപ്പിക്കാൻ ഉതകുമാറുള്ള ഒരു എഡ്യൂക്കേഷണൽ പാറ്റേൺ ആണ് ഇഗ്നോ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും 4 സെമ്മില് ഈ പറഞ്ഞ 3 സബ്ജക്റ്റുകളിലെ ഓരോ പേപ്പറുകൾ അഥവാ 3 പേപ്പർ, ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ ഏതെങ്കിലും ഒന്ന് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും, അതുപോലെ തന്നെ തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും, ഒപ്പം തന്നെ ഈ 3 സബ്ജക്റ്റുകളും തെരഞ്ഞെടുത്തുകൊണ്ട് ക്രെഡിറ്റ് ബേസ്ഡ്, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലൂടെ ഇഗ്നോ നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നൽകുന്നു. BSc ഫിസിക്സ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ള കോഴ്സ് എന്ന് പറയുന്നത് അഥവാ പേപ്പേഴ്സ് എന്ന് പറയുന്നത്, ഫിസിക്സ് മെയിൻ ആയിട്ട് എടുക്കുമ്പോൾ 141, 142, 143, 144 എന്നുള്ള കണ്ടന്റോടുകൂടി, അതിന് സ്കിൽ ഓറിയന്റഡ് കോഴ്സ്, അത് ഡിസിപ്ലിൻ ഓറിയന്റഡ് കോഴ്സ്, ഫിസിക്സ് എന്നുള്ളതിന്റെ കോർ കോഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് കമ്പൾസറി കോർ കോഴ്സസ് 131 മുതൽ 138 വരെ. മെക്കാനിക്സിന്റെ ലബോറട്ടറി, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം അതിന്റെ പ്രാക്ടിക്കൽ, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിന്റെ 2 ക്രെഡിറ്റ് പ്രാക്ടിക്കൽ, തെർമൽ ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അതിന്റെ പ്രാക്ടിക്കൽ ലബോറട്ടറി കോഴ്സ് 2 ക്രെഡിറ്റും, അങ്ങനെ മൊത്തം 6 ക്രെഡിറ്റ്. വേവ് ആൻഡ് ഓപ്റ്റിക്സ് 4 ക്രെഡിറ്റ് തിയറി, വേവ് ആൻഡ് ഓപ്റ്റിക്സ് ലബോറട്ടറി 2 ക്രെഡിറ്റ്. ഈ പേപ്പറുകളിൽ 131 മുതൽ 138 വരെ ഓരോ സെമ്മിലും 2 പേപ്പർ വീതം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. 131 എടുക്കുന്നു എങ്കിൽ അതിനോടൊപ്പം പ്രാക്ടിക്കൽ 132 എടുത്തിട്ടുണ്ടാവണം. 137 നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം 138 അതിന്റെ പ്രാക്ടിക്കൽ എടുത്തിരിക്കണം. ഏത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്
അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഫിസിക്സ് പേപ്പർ പഠിക്കുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾ മാത്തമെറ്റിക്സ് പഠിക്കുന്നത് ഫിസിക്സിന് എന്തുകൊണ്ടും ഗുണമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻട്രൻസ് എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന വിഷയങ്ങളാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നൈപുണ്യം നേടുക എന്ന് പറയുന്നത് ഇഗ്നോ പോലുള്ള കണ്ടന്റിലൂടെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നേടാവുന്നതാണ്. ഈ ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് നാഷണൽ കോമ്പറ്റീറ്റീവ് എക്സാം വെറും കേരളത്തിൽ വെച്ച് നടക്കുന്നതല്ല, ദേശീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നടക്കുന്ന മത്സര പരീക്ഷകളാണ്. ഈ മത്സര പരീക്ഷകൾക്ക് ദേശീയമായിട്ടുള്ള കരിക്കുലം, ദേശീയമായിട്ടുള്ള സിലബസ്, അതിൽ ഊന്നിയിട്ടുള്ള പഠന പ്രക്രിയയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിന്, നീറ്റിനും കീമിനും എല്ലാം നമ്മെ സഹായിക്കാൻ, നമുക്ക് സ്കോറുകൾ വലുതാക്കാൻ, നമ്മളുടെ അപ്ലിഫ്റ്റ്മെന്റിന് നമ്മെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. മാത്സിന്റെ കോഴ്സസ് എന്ന് പറയുന്നത് 4 കോഴ്സ് ഞാൻ പറയുന്നു. അതിൽ നിങ്ങൾ ഏത് വേണമെങ്കിലും, ഏത് സെമ്മിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എടുക്കാവുന്നതാണ്. കാൽക്കുലസ് 131, 132 ഡിഫറൻഷ്യൽ ഇക്വേഷൻ, 133 റിയൽ അനാലിസിസ്, 134 ആൾജിബ്ര. ഇതുപോലെ തന്നെ കെമിസ്ട്രി പേപ്പറുകളിൽ നിന്നും നിങ്ങൾക്ക് 4 ഓരോ കോഴ്സിനും ഓരോന്ന് വീതം സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് എന്ന് പറയുന്നത് 3rd ഇയറിൽ 5th സെമ്മിലും 6th സെമ്മിലും നേരത്തെ പഠിച്ചിട്ടുള്ള അതേ 3 കോഴ്സസിന്റെ ഓരോ പേപ്പർ വീതം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആ പേപ്പറുകൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. കെമിസ്ട്രിയിൽ അനലിറ്റിക്കൽ മെത്തേഡ്സ് ഇൻ കെമിസ്ട്രി, അതിന്റെ ലബോറട്ടറി. ഓർഗാനോ മെറ്റാലിക്സ്, ബയോ ഇനോർഗാനിക് കെമിസ്ട്രി, പോളിന്യൂക്ലിയർ ഹൈഡ്രോ കാർബൺസ് ആൻഡ് UV, അതിന്റെ പ്രാക്ടിക്കൽ. ഒപ്പം തന്നെ മോളിക്യൂൾസ് ഓഫ് ലൈഫ്, അതിന്റെ ലബോറട്ടറി. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്തമെറ്റിക്സിന്റെ മേഖലയിലേക്ക് പോകണമെങ്കിൽ ലീനിയർ ആൾജിബ്ര, ന്യൂമറിക്കൽ അനാലിസിസ്, 6 ക്രെഡിറ്റ് വീതം 6 ക്രെഡിറ്റ് വീതം. മാത്തമെറ്റിക്സിലെ പ്രാക്ടിക്കൽ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ +2 ഇപ്പോൾ മാത്തമെറ്റിക്സിന് പ്രാക്ടിക്കൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓർക്കുക, തുടർന്ന് 3 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ കോളേജ് ലെവലിലും മാത്സിനും ഉണ്ടായിരിക്കുന്നതാണ്. ഫിസിക്സ് പേപ്പർ നമ്മൾ എടുക്കേണ്ടത് എലമെന്റ്സ് ഓഫ് മോഡേൺ ഫിസിക്സ്, അതിന്റെ ലബോറട്ടറി. ഡിജിറ്റൽ ആൻഡ് അനലോഗ് സർക്യൂട്ട്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അതിന്റെ ലബോറട്ടറി. ഇത് കൂടാതെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിതാക്കൾക്ക് നൽകുന്ന ഏറ്റവും അമൂല്യമായ ഒരു അവസരമാണ് ഈ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന 18ൽ നിന്ന് ഓരോ സെമസ്റ്റർ, അവസാനത്തെ 4 സെമസ്റ്റർ അഥവാ 3ാമത്തെ സെമസ്റ്റർ, 4ാമത്തെ സെമസ്റ്റർ, 5ാമത്തെ സെമസ്റ്റർ, 6ാമത്തെ സെമസ്റ്ററിന് വേണ്ടി ഈ പട്ടികയിലെ 18 എണ്ണത്തിൽ നിന്ന് ഏത് വേണമെങ്കിലും 3ാമത്തെ സെമ്മിന്, 4ാമത്തെ സെമ്മിന്, 5ാമത്തെ സെമ്മിന്, 6ാമത്തെ സെമ്മിന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പേപ്പറുകളുടെ ഗാംഭീര്യം വളരെ മനോഹരമാണ്. ഞാൻ അഭിമാന പുരസ്കാരം ആ കോഴ്സസ് അവതരിപ്പിക്കുകയാണ്. 183 ടൂറിസം ആന്ത്രപ്പോളജി, 185 ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ്, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ബിസിനസ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി, ഡാറ്റ അനാലിസിസ്, ഇ-കൊമേഴ്സ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, സ്കൂൾ സൈക്കോളജി, മാനേജിംഗ് സ്ട്രെസ്, ടെക്നിക്സ് ഓഫ് എത്നോഗ്രാഫിക് ഫിൽം മേക്കിംഗ്, managing human resources, society through the visual, English language teaching, entrepreneurship, stress and time management, application of school psychology, business communication, personal selling and salesmanship. കൂടാതെ 3 ഹിന്ദി കോഴ്സസ്. ഇതിൽ ഉള്ള ഈ 18 എണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് സെക്കൻഡ് ഇയറിലെ 1ാമത്തെ സെം അഥവാ 3ാമത്തെ സെമ്മില്, മറ്റൊന്ന് 4ാമത്തെ സെമ്മില്, മറ്റൊന്ന് 5ാമത്തെ സെമ്മില്, മറ്റൊന്ന് 6ാമത്തെ സെമ്മില്. അങ്ങനെ 22 സെമ്മ് വീതം 22 ക്രെഡിറ്റ് വീതം 6 സെമ്മിലും സെമസ്റ്ററിലും ആയിക്കൊണ്ട് 132 ക്രെഡിറ്റ് എടുത്ത് മനോഹരമായി BSc ഫിസിക്സ് എടുത്ത് ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാം. BSc ഫിസിക്സ് എടുത്തവർക്ക് MScയിലെ മനോഹരമായ പ്രോഗ്രാം ഇഗ്നോ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക. BSc ഫിസിക്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എല്ലാ ഈ വർക്ക് ഫ്രം ഹോം മെത്തഡോളജിയിൽ ഈ കാലഘട്ടത്തിൽ
BSc ഫിസിക്സുകാർക്കും നാഷണൽ ഇന്റർനാഷണൽ സ്ഥാപനങ്ങൾ ക്യാമ്പസിൽ ലൈവിലൂടെ തന്നെ തൊഴിൽ സാധ്യതകൾ നൽകുന്നു എന്ന് മനസ്സിലാക്കുക. BSc ഫിസിക്സുകാരുടെയും അടക്കം ക്ഷാമമുള്ള ഒരു ലോകത്താണ് നമ്മൾ ഉള്ളത്. എന്തുകൊണ്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിയിൽ ഇപ്പോൾ വ്യാപൃതരാണോ? ആ ജോലിയും ഒപ്പം പഠനവും ഒപ്പം ഏറ്റവും മഹത്തായ കോളേജുകളിൽ വെച്ച് പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നാക്കിന്റെ A++ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി, നാക്കിന്റെ A++ അംഗീകാരമുള്ള കോളേജുകളിലൂടെ മനോഹരമായ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് നൽകുന്നു. രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങുക. മാത്രമല്ല MNotes നൽകുന്ന ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ നാട്ടിലുള്ള എഡ്യൂക്കേഷണൽ ഗ്രൂപ്പുകളിലേക്ക്, സ്വദേശത്തും വിദേശത്തുമുള്ള നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക്, ഗ്രൂപ്പുകളിലേക്ക് MNotes ഷെയർ ചെയ്യുക. MNotesന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അവരെ സബ്സ്ക്രൈബേഴ്സ് ആകാൻ പറയുക. നോട്ടിഫിക്കേഷൻസിലെ ഓൾ ക്ലിക്ക് ചെയ്യാൻ പറയുക. നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കമന്റിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള 2 ഫോണിലും നിങ്ങൾക്ക് നേരിട്ട് എന്നെ സദാ വിളിക്കാവുന്നതാണ്. സ്നേഹപൂർവം ഈ BSc ഫിസിക്സ് എന്നുള്ള അതുല്യമായ പ്രോഗ്രാം ഈ വിദ്യാഭ്യാസ കേരളത്തിലെ, സാക്ഷര കേരളത്തിലെ, വിദ്യാഭ്യാസ കേരളത്തിലെ, ഈ സുന്ദരമായ കേരളത്തിലെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.